all your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. നമസ്കാരം, ഞാൻ രാജേഷ് പെരുങ്കുഴി. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ഫാമിലിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. കുറച്ച് സമയം നമുക്ക് അവരോടൊപ്പം ചിലവഴിക്കാം. നമസ്കാരം. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ ഈ കുഞ്ഞ് ഫ്രെയിമിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. എന്താണ് പേര്? എൻ്റെ പേര് അമ്പിളി ശ്രീധരൻ. അമ്പിളി ശ്രീധരൻ. നാട്ടിലെവിടെയാണ്? നാട്ടിൽ കൊല്ലം ജില്ല കരുനാഗപ്പള്ളി. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി? ഇവിടെ ഇപ്പം 26 വർഷമായി. 26 വർഷം. 26 വർഷം സമ്മതിച്ചിരിക്കും. പറയൂ, എന്താണ് പേര്? എൻ്റെ പേര് സിനി അമ്പിളി. സിനി അമ്പിളി. ഓക്കെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ അറബ് യുണൈറ്റഡ് ട്രേഡിംഗ്, അറബ് യുണൈറ്റഡ് സ്റ്റീൽ ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിൽ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? അവിടെ സീനിയർ അക്കൗണ്ടന്റ് ആയിട്ട്. സീനിയർ അക്കൗണ്ടന്റ് ആയിട്ട്. ഇപ്പോൾ എത്ര വർഷമായി അവിടെ? ഇപ്പോൾ കയറിയിട്ട് ഞാനൊരു 1.5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു? 8 വർഷം കൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതെവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഇതിന് മുന്നേ അമേരിയിലായിരുന്നു. അമേരി സർവീസിലായിരുന്നു. അമേരി സർവീസ് നമ്മുടെ മനാമിലുള്ള. ഓക്കെ. നാട്ടിൽ കൊല്ലം കരുനാഗപ്പള്ളിയിൽ തന്നെ, അടുത്തടുത്ത് തന്നെയാണ്. ഞങ്ങൾ ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. 7 കിലോമീറ്റർ. ഓക്കെ. എന്താ പേര്? അഭിനവ് അമ്പിളി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 11th പഠിക്കുന്നത്. ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നു. ഇവിടെ വന്നിട്ട് 6 വർഷമായി. ഓക്കെ. ഹായ്. ഹലോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം, നന്നായിട്ട് പോകുന്നു. പേരെന്താണ്? അമൃത അമ്പിളി. അമൃത അമ്പിളി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. ഇന്ത്യൻ സ്കൂളിൽ തന്നെയാണ്.
അല്ലേ? അമൃതയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ താരം എന്ന് പറയുന്നത് അല്ലേ? അമൃതയെക്കുറിച്ച് ഞാൻ ആദ്യമേ ഒന്നും പറഞ്ഞില്ല. വളരെ മനോഹരമായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, നല്ലൊരു നർത്തകിയാണ് അല്ലേ? ക്ലാസിക്കലും ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ സിനിമാറ്റിക്കും ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് മുകളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അച്ഛൻ്റെ അമ്മയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരാം. ഓക്കെ, എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നോ? നോവാർ എന്ന് പറയുന്ന ഒരു കമ്പനി. നോവാർ എന്ന് പറയുന്ന കമ്പനിയായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് നോവാർ എന്ന കമ്പനി എന്ന് വെച്ചാൽ പ്ലംബിംഗ് കോൺട്രാക്ടിങ് മാത്രമേ ഉള്ളൂ. അവിടെ സൂപ്പർവൈസറായിട്ട് വർക്ക്. സൂപ്പർവൈസറായിട്ട് അവിടെ ഇപ്പോൾ എത്ര വർഷമായി? അവിടെ ഇപ്പം 12 വർഷമായി. 12 വർഷമായിട്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. നല്ല ഇൻട്രസ്റ്റിങ്ങിൽ പോവാണ്. കുഴപ്പമില്ല. ശരി. സാധാരണഗതിയിൽ നമ്മൾ ഈ 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ കമ്പനികൾ ചാടി പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് പല ആൾക്കാർക്കും ഉള്ളത് അല്ലേ? ബെറ്റർ ഓപ്ഷൻ കിട്ടുമ്പോഴത്തേക്ക് മാറി. അപ്പോൾ ഒരേ കമ്പനിയിൽ തന്നെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ജോലിക്ക് പുറമേ വേറെന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ പ്രവർത്തനം അങ്ങനെ ഉണ്ട്? സംഘടനാ പ്രവർത്തനമുണ്ട്. ഞാൻ SNCസിലെ ബോർഡ് ഓഫ് ഡയറക്ടറിലെ മെമ്പറാണ്. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ. അത് കഴിഞ്ഞിട്ട് മോറക്ക് മലയാളി സമാജത്തിൻ്റെ MM ടീം എന്ന് പറയുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വോയിസ് ഓഫ് ബഹ്റിൻ എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ ഉണ്ട്. അതിലും ഒരു ആക്റ്റീവ് അല്ലെങ്കിലും അതിൽ ഒരു മെമ്പറാണ്. ശരി. ഇതിലേതെങ്കിലും സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ടോ? ഇല്ല, അത് രണ്ടിലും സ്ഥാനങ്ങളില്ല. ഇപ്പോൾ SNC മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ സ്ഥാനം വഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത്. ശരി. എന്തായാലും ആക്റ്റീവായിട്ട് പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. അത് തന്നെ മെയിനായിട്ട് ചാരിറ്റി ഉണ്ട്. നമ്മുടെ SNCയുടെ ആയാലും MM ടീമിൻ്റെ ആയാലും ചാരിറ്റിയിൽ ഏത് ചാരിറ്റി പ്രവർത്തനത്തിലായാലും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ചാരിറ്റിയിൽ പ്രവർത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് തന്നെ. ഇഷ്ടമുള്ളത്. ഓക്കെ. സിനി ചേച്ചി അവിടെ ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിലാണ് വർക്ക്. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? അതോ ഇല്ല, ചേട്ടന് സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ സിനി ചേച്ചിക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ടോ? ഷുവർ. പുള്ളിക്ക് നല്ല സപ്പോർട്ടാണ്. എങ്ങനെയാണ് ഈ ചാരിറ്റി എന്ന് പറഞ്ഞ ഉദ്ദേശം? എങ്ങനെയാണ് നിങ്ങൾ തന്നെ കാശ് ആൾക്കാർക്ക് കൊടുക്കുകയാണോ അതോ? നമ്മളുടെ ഒരു പോർഷനും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആരെയും നിർബന്ധിക്കാറില്ല. ചാരിറ്റി അങ്ങനെയാണല്ലോ നമ്മൾ. അതുകൊണ്ട് നമ്മൾ അതായത് ഒരു എന്തെങ്കിലും ഒരു ചാരിറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് അവരിൽ നിന്നും കിട്ടുന്ന ഒരു ചെറിയ സഹായം അതിനെ കളക്ട് ചെയ്തിട്ട് അത് എത്തേണ്ടടുത്ത് എത്തിക്കുന്നു. അത് തന്നെയാണ് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഉള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ അമൃതമോളാണ് അല്ലേ? അമൃതമോള് നല്ല ഒരു നർത്തകിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അമൃതമോൾ എത്ര വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്? 3.5 വർഷം പഠിച്ചു. 3.5 വർഷം കൊണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും പെർഫോമൻസ്, പഠിക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? പഠിക്കുന്നതിന് മുമ്പ് അവള് ഫസ്റ്റ് 3rd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് അവള് ഈ ഡാൻസിനോടൊരു എന്താണ് ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയത്. അപ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്തത്. അപ്പോൾ സ്കൂളിലെ തരങ്കിൽ കയറിയപ്പം അന്ന് പേര് കൊടുത്തു, സെലക്റ്റായി അവള്. അപ്പോൾ ഇതിനു മുമ്പ് എങ്ങും പെർഫോം ചെയ്യാതെ തന്നെ സെലക്ട് ആയപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നിയിട്ട് പിന്നെ നമ്മളങ്ങനെ ഇവിടെ ഐമാക്കിലെ പ്രശാന്ത് മാസ്റ്ററായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഗുരു പ്രശാന്ത് മാസ്റ്റർ ആണെന്ന് തന്നെ പറയാം. ശിഷ്യയാണ്. അതെ അതെ, നമ്മുടെ ഐമാക്ക് കൊച്ചിൻ കലാഭവനിലെ പ്രശാന്ത് മാസ്റ്ററാണ്. പിന്നീട് നമ്മൾ അതിന് ശേഷം പിന്നെ ക്ലാസിക്കിലേക്ക് വിടാന്ന് കരുതി. അത് കഴിഞ്ഞ് അതിപ്പോ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് കുറെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലാസിക്കൽ പഠിക്കാൻ. ക്ലാസിക്കൽ അല്ല, അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ ഇത് ഗിരിജ ടീച്ചറുണ്ട്, കലാമണ്ഡലം ഗിരിജ ടീച്ചറിൻ്റെ അടുത്ത് വിട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം നമ്മൾ കുറച്ച് നാളവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ കോവിഡ് വന്നത്. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വിടാൻ പറ്റിയില്ല. അവിടെ ക്ലാസ്സൊന്നും ഇല്ലാണ്ടായി. പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ടീച്ചറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഇല്ല, വൈൻഡപ്പ് ചെയ്യുകയാണ്, നാട്ടിൽ പോവുകയാണെന്നൊക്കെ ടീച്ചർ ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ അതിന് ശേഷമാണ് നമ്മൾ രമ്യ ടീച്ചറിൻ്റെ അടുത്ത് രമ്യ ബിനോജിൻ്റെ അടുത്ത് വിടുന്നത്. പക്ഷെ പിന്നീട് ഞാൻ രമ്യ ടീച്ചറിൻ്റെ അടുത്ത് വിട്ടതിന് ശേഷം ഗിരിജ ടീച്ചർ വിളിച്ചായിരുന്നു, ഇല്ല ഞങ്ങൾ ആ ഡിസിഷൻ മാറ്റിയിട്ടുണ്ട് എന്ന്. പക്ഷെ നമ്മൾ വേറെ അടുത്ത് ഓൾറെഡി വിട്ടല്ലോ, അപ്പോൾ പിന്നെ മാറ്റി വിടുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചാൽ ടീച്ചർ എന്നെ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിടും. പിന്നെ കഴിഞ്ഞ ജൂണിലായിരുന്നു അവളുടെ ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റം. അത് നമ്മുടെ KCA ഹാളിൽ വെച്ചിട്ടായിരുന്നു. അമൃതക്കുട്ടി, ആദ്യമായിട്ട് 3ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഒരു അധ്യാപകൻ്റെ അടുത്ത് നൃത്തം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അല്ലേ? നമ്മുടെ പ്രശാന്ത് മാസ്റ്ററിൻ്റെ അടുത്താണ് പോകുന്നത്. ആ ദിവസത്തെ എക്സ്പീരിയൻസ് മോൾക്കൊന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? ഫസ്റ്റ് ചെന്നു ആരും അറിയത്തില്ലല്ലോ, ലൈക്ക് ഞങ്ങളിവിടെ ഫസ്റ്റ് വന്നില്ല, ആദ്യമായിട്ട് വന്നു. സോ ആരും അറിയത്തില്ല, നെർവസ് ആയിരുന്നു നന്നായിട്ടും. സോ പിന്നെ സാറ് നല്ല ജോയ്ഫുൾ ആയിരുന്നു. സോ അതൊക്കെ മാറി. ഇല്ല, ചില്ലായിരുന്നു സാറ്. പിന്നെ എല്ലാം മാറി, ഫ്രണ്ട്സൊക്കെ കിട്ടി. അങ്ങനെ അല്ല, ഫസ്റ്റ് ദിവസം എന്തെങ്കിലും സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് വല്ലതും തന്നായിരുന്നോ? എന്തായിരുന്നു? അല്ല, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യത്തില്ലേ ഫസ്റ്റ്? അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളി എന്താ ഓക്കെ ആണെന്ന് പറഞ്ഞോ? അല്ല കുഴപ്പമില്ല, റെഡിയായി വരും അങ്ങനെ പറഞ്ഞോ? ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ ക്ലാസ് ഒക്കെ എങ്ങനെയായിരുന്നു? സിമ്പിൾ ആയിരുന്നു അതോ? കുഴപ്പമില്ലായിരുന്നു. എങ്കിലും പുള്ളി പറഞ്ഞു തരുന്ന സ്റ്റെപ്പൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയോ? അത്യാവശ്യം. എത്ര ദിവസം കൊണ്ട് അത് പഠിച്ചെടുത്തു അപ്പോൾ ആ സോങ്? അറിയത്തില്ല, ഓർമ്മയില്ല. എങ്കിലും അതിനുശേഷം സ്റ്റേജിൽ പെർഫോം ചെയ്തപ്പോൾ എന്ത് തോന്നി? തരംഗിലല്ലേ ചെയ്തത്? പ്രൈസ് കിട്ടിയോ? ഇല്ല. എങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്? പ്രൗഡായിരുന്നു, പൊളിയായിരുന്നു. അവരവേ ഉള്ള തന്നെ ഇതൊക്കെ നീ ഉണ്ടായിരുന്നോ അന്ന് അവിടെ? ഡാൻസ് കണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നു ഒരു അഭിപ്രായം? ഇങ്ങോട്ട് നോക്കി പറ. അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കിയാൽ നിനക്ക് വരൂല വേർഡ്സ്. ഇങ്ങോട്ട് നോക്കി പറ. നല്ലായിരുന്നു, വലിയ ഓർമ്മയില്ല, കുറെ നാളായി. 6th സ്റ്റാൻഡേർഡിലായിരുന്നു അന്ന്, 5th അല്ലേ? അപ്പം എങ്കിലും ഇതുവരെ എത്ര സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടാവും? എങ്കിലും ഒന്ന് ഓർത്തെടുത്ത് കൗണ്ട് ചെയ്താൽ? കൗണ്ട് ചെയ്തിട്ടില്ല ഞാൻ. എങ്കിലും ഒരു 19ഓളം 50ഓളം സ്റ്റേജിൽ പെർഫോം ചെയ്ത ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? വലിയ കാര്യമല്ലേ 50 സ്റ്റേജിൽ ഡാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ചെറിയ കാര്യമാണോ? വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കഴിവിനെക്കുറിച്ച് ബോധേടാവുക അല്ലേ? എനിക്ക് ഇത്രയും കഴിവുണ്ട്. നമുക്ക് കഴിവുണ്ടെന്ന് നമുക്ക് സ്വയം തോന്നിയാലല്ലേ മറ്റുള്ളവർക്ക് നമ്മുടെ അടുത്ത് ഒരു റെസ്പെക്റ്റും അല്ലെങ്കിൽ ഒരു ആരാധനയൊക്കെ തോന്നുള്ളൂ. അങ്ങനെയല്ലേ നമ്മൾ ചേട്ടാ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ നമുക്ക് കുറേ കഴിവുണ്ട്, ആ കഴിവിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ ഒരിക്കലും ഒരാൾ പോലും നമ്മളെ ആരാധിക്കുകയോ റെസ്പെക്റ്റ് ചെയ്യുകയോ ചെയ്യത്തില്ല. അപ്പോൾ ചെയ്യാനുള്ളത് നമ്മളെക്കുറിച്ച് പഠിക്കുക, നമ്മുടെ കഴിവുകളെക്കുറിച്ച് ബോധേടാവുക. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ 50 സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിട്ട് അതിൽ ഏറ്റവും നമ്മളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഏതായിരുന്നു? മീൻസ് നമ്മൾ കുറേ സ്റ്റേജിലൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജ് നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കും, നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു നല്ലൊരു അനുഭവമായിട്ട്. എനിക്കെല്ലാം നല്ല അനുഭവമായിരുന്നു, എല്ലാ സ്റ്റേജും നല്ല. എങ്കിലും ഏതെങ്കിലും ഒരു വേദിയിൽ പ്രോഗ്രാം കണ്ടിട്ട് ആരെങ്കിലും വന്നിട്ട് മോളുടെ പെർഫോമൻസ് നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു? അത് SNCC കളിച്ച ഒരു ഡാൻസ് ആയിരിക്കും. ഈ ഇടയ്ക്ക് ഈ മാസം എന്തോ കഴിഞ്ഞ മാസം എന്തോ കളിച്ചൊരു ഡാൻസ്, ക്ലാസിക്കൽ. ആ ഡാൻസ് കളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. अपने ही रंग में मुझको रंग दे, धीमे धीमे रंग में मुझको रंग दे, सौंधे सौंधे रंग में मुझको रंग दे, रंग देना रंग देना रंग देना.
മോൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിങ് ക്ലാസിക്കലാണോ അതോ സിനിമാറ്റിക് തന്നെയാണ്? എന്നാൽ സിനിമാറ്റിക് അങ്ങനെ കാര്യമായിട്ട് പഠിച്ചിട്ടുമില്ല ഇല്ല. അല്ലേ? ജസ്റ്റ് ഒരു ഐറ്റം മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അതും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത്. അതെല്ലാം അവള് തന്നെ കൊറിയോഗ്രാഫി ചെയ്താണ് ചെയ്യാറുള്ളത്, സ്റ്റേജുകളിലെല്ലാം പെർഫോം കൊറിയോഗ്രാഫി ചെയ്ത് ചെയ്യുന്നതാണ്. ഇപ്പോഴും സിനിമാറ്റിക് മോള് സ്വന്തമായിട്ട് പഠിക്കുന്നതാണ് അല്ലേ? ആ ശരി. ഇപ്പൊ സിനിമാറ്റിക് കൂടുതൽ വേദികൾ ചെയ്യുന്നുണ്ടോ? മോസ്റ്റ്ലി ക്ലാസിക്കലാണ് ചെയ്യുന്നത്. സിനിമാറ്റിക് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ റീസെന്റ് ഏതെങ്കിലും സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. BMC വെച്ചിട്ട് തന്നെ സമ്മർ ക്യാമ്പ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇന്ത്യൻ ടാലന്റ് അക്കാഡമിയുടെ സമ്മർ ക്യാമ്പിന്റെ ഗ്രാൻഡ് ഫിനാലെ ഓഗസ്റ്റ് 15 നടന്ന പ്രോഗ്രാം അല്ലേ? അതിനകത്ത് മോളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. എല്ലാവരും പറഞ്ഞു നല്ലതാണ്. നല്ല അഭിപ്രായമായിരുന്നു. ഓക്കെ. അപ്പോൾ ഇനി കൂടുതൽ ഡാൻസ് തുടർന്ന് പഠിക്കണമെന്ന് മോൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാകാനാണ് കൂടുതൽ ആഗ്രഹം? നർത്തകിയാകണോ അതോ വേറെന്തെങ്കിലും ആകണോ എന്നാണ് ആഗ്രഹിക്കുന്നത്? ഡാൻസർ തന്നെ. നല്ലൊരു നർത്തകി ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അച്ഛനും അമ്മയും സമ്മതിക്കും? ഡിഗ്രി കഴിഞ്ഞാൽ കലാമണ്ഡലത്തിൽ വിടണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ക്ലാസിക്കലിലോട്ടാണ് നിങ്ങൾക്ക് രണ്ടാക്കുന്നത്? അതിന്റെ കൂട്ടത്തിൽ അവൾക്ക് അവളുടെ ഇഷ്ടം അനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു കുട്ടികളുടെ കഴിവ് കണ്ട് മനസ്സിലാക്കിയല്ലേ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാതാണ് ഞങ്ങളുടെ. അങ്ങനെയാണെങ്കിൽ അഭിനവിനും ഡാൻസ് കളിക്കാനുള്ള കഴിവുള്ള ആളാണ്. അവൻ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അല്ല സിനിമാറ്റിക് പറഞ്ഞ തോന്നും ക്ലാസ് അല്ല സിനിമാറ്റിക് നിങ്ങൾ പഠിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? അമൃത വിചാരിച്ചാ പഠിപ്പിക്കാൻ പറ്റത്തില്ലേ? ഇല്ല, ചില സമയങ്ങളിൽ അവൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അവൾക്കും. അത് ശരി. ഇയാളൊരു ഡാൻസർ കൂടിയാണ്. കാരണം ഇയാള് പിന്നെ ഡാൻസർ അല്ല, ഡാൻസ് മാസ്റ്ററാണ്. പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഡാൻസ് ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇയാളാണ്. നീ പൊളിയാണ് കേട്ടോ. ചെറുതല്ല ഇതൊക്കെ, വലിയ കാര്യമാണ് ഇതൊക്കെ. ഈ ഒരു പ്രായത്തിൽ ഡാൻസ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അഭിനവിനെ കുറിച്ച് അഭിനവ് തന്നെ മനസ്സിലാക്കണം. അഭിനവ് എന്താണെന്ന് അഭിനവ് തന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ഞങ്ങളും കരാട്ടയൊക്കെ പഠിച്ചതായിരുന്നു. അപ്പോൾ നാട്ടിൽ വെച്ചിട്ട് 2 പ്രാവശ്യം സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു. നാഷണൽ ലെവലിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ജില്ലാ തലത്തിൽ അങ്ങനെ. അതുകൊണ്ടായിരിക്കും അയാൾക്കും ഡാൻസിനോടൊക്കെ നന്നായിട്ട് വഴങ്ങുന്നതായിരിക്കും. ഫ്ലെക്സിബിൾ ആണ് ആള് അല്ലേ? ക്യാരക്ടർ ബേസിൽ എങ്ങനെയാണ്? ഫ്ലെക്സിബിൾ ആണോ? എങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ള ക്യാരക്ടറാണോ? വീട്ടിലൊക്കെ എങ്ങനെയാണ്? എങ്ങനെ ബിഹേവ് ചെയ്യണം എല്ലാവരുടെ അടുത്തും ഒക്കെ? വളരെ സത്യമായിട്ടുള്ള കാര്യം പറയും. എന്റെ മുഖത്തൊക്കെ പറഞ്ഞാൽ മതി. അവൻ വീട്ടിൽ വരുമ്പം ഒന്ന് പറയുന്നു ബുദ്ധിയില്ല. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അതൊക്കെ കുഴപ്പമില്ല. ഇല്ല അത് മോശമൊന്നുമല്ല, ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നീയും അങ്ങനെ പറയരുത്. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം മുഖത്ത് നോക്കി പറയുക അല്ലേ? അങ്ങനെയല്ലേ? കറക്റ്റ് കാര്യമല്ലേ നമ്മളേട്ടാ പറയുന്നത്? പിന്നെ അമൃതയ്ക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഡാൻസിൽ മോളുടെ ഈ കലാപരമായ കഴിവ്? ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ആരാധകരൊക്കെ ഉണ്ടോ? ഇല്ല. കുട്ടികള് കൂടെ പഠിക്കുന്ന കുട്ടികൾ അല്ലേ? നീ അടിപൊളി ഡാൻസറാണ്, അങ്ങനെ നമുക്ക് നമ്മുടെ അടുത്ത് ഒരു ആരാധന തോന്നൂലേ? അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഈ തരംഗിൽ പങ്കെടുത്തിട്ടുണ്ടോ? മൈമിന് അങ്ങനെ അടിപൊളിയായിരുന്നോ? അല്ല, പ്രൈസ് നമ്മളത് പ്രതീക്ഷിക്കണ്ട. നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ്. എല്ലാവരും പ്രൈസ് കിട്ടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ലല്ലോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സ്കൂളിലെ ഒരു അടിപൊളി അനുഭവം പറയാമോ? രസകരമായ ഒരു അനുഭവം, ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു തമാശ. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എനിക്കങ്ങനെ ഇതുവരെ അബദ്ധം പറ്റിയിട്ടില്ല. ഞാൻ നല്ല കുട്ടിയാണ്.
നല്ല കുട്ടികളാണെങ്കിൽ അബദ്ധം പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അഭിനവിന് ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. അഭിനവ് പറയാം എന്തൊക്കെ ഇവളുടെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറയും വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും വീട്ടിൽ വെച്ച് എവിടെ വെച്ചെങ്കിലും ഉള്ള എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയത്? അബദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ. പറയാൻ നിന്ന ഈ എപ്പിസോഡ് പാർട്ടാക്കേണ്ടി വരും. അല്ല ഒരെണ്ണം പറയും, ചെറിയ സാധനം നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു സാധനം പറ. ഒരു പ്രാവശ്യം ഞാനാണെങ്കിൽ എൻ്റെ അറ്റ്ലസ് ചെയ്തോണ്ടിരിക്കുന്ന സമയം, അറ്റ്ലസ് മാപ്പ് വർക്കിന്റെ ഒരു ബുക്കാ. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ഉണ്ട്, അതിനകത്ത് ഇന്ത്യ എന്ന് എഴുതിയേക്കുന്ന അതിന്റെ നടുക്കല്ലേ. അപ്പം മഹാരാഷ്ട്ര, ഗുജറാത്ത് ആ ഒരു ഭാഗത്തായിട്ട് വരും. ഇന്ത്യ സംസ്ഥാനമാണെന്ന് ചോദിച്ചാണോ? അപ്പൊ ഇവള് വന്നിട്ട് ഇതല്ലേ ഇന്ത്യ, എനിക്കറിയാം, ഇതോ? അപ്പൊ അവളിങ്ങനെ മഹാരാഷ്ട്ര ചുറ്റി കാണിച്ചു, ഇതാണ് ഇന്ത്യ. ഞാൻ ചോദിച്ചു വലുതോ? അത് ഏഷ്യ. ഇന്ത്യ കാണിച്ചിട്ട് ഏഷ്യ എന്ന് പറഞ്ഞു. ആ ആളാണ് എനിക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞു. അത് 2ാം ക്ലാസ്. ഇനി പറ, മോള് പറ. എന്ത് ഓരോന്നായിട്ട് പറട്ടെ. ചേട്ടൻ്റെയോ? ചേട്ടന് എന്താ എനിക്ക് ബുദ്ധിയുണ്ട്. ചേട്ടൻ എന്താ ഉള്ളേ? ഓക്കെ, ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. നമ്മള് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കണ്ട. നമ്മളെ പ്രേക്ഷകര് ആ ഒരു മൈൻഡിലേ എടുക്കത്തുള്ളൂ കേട്ടോ. അടിപൊളി. ഞാൻ കുറച്ച് പാട്ടുകള് പിന്നെ ഒന്നുകൂടി പറഞ്ഞില്ല, നമ്മുടെ മോള് ഇവിടെ ശോഭന മാമിന്റെ 3 days വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ, അതില് പങ്കെടുത്തായിരുന്നു. പേടിയായിരുന്നു ശോഭന മാമിനെ കണ്ടപ്പോ. ഇത്രയും വലിയ നർത്തകി ഫസ്റ്റ് കാണുമ്പോ എന്തായാലും ഒരു പേടി. ഇത്രയും വലിയ നർത്തകിനെ ആദ്യമായിട്ട് കാണുമ്പോ സന്തോഷമല്ലേ തോന്നുന്നു? പേടി സന്തോഷം എല്ലാം കൂടെ ഒരുമിച്ച് വന്നല്ലേ? എന്നിട്ട് മാമിന്റെ അടുത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്തോ? ഫോട്ടോ എടുത്തു, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തായിരുന്നല്ലോ. എന്തെങ്കിലും സംസാരിച്ചോ മാമിന്റെ അടുത്ത് പോയിട്ട്? ഇല്ല, അത്രയ്ക്കൊന്നും സംസാരിച്ചില്ല. എന്നാലും എന്തോ സുഖാണ് അങ്ങനെയൊക്കെ. മാമിന്റെ അടുത്ത് പോയിട്ട് അവര് പറഞ്ഞ കാര്യം പോലും ഓർമ്മയില്ല. അതൊക്കെ ഓർത്തു വെക്കണ്ടേ? എങ്കിലും നല്ല എന്ത് അടുത്ത് ചെന്നപ്പോ ആ ഒരു പേടിയെന്ന് പറഞ്ഞു, എങ്കിലും ആ ഒരു സന്തോഷമായിരുന്നു. വെരി ഹാപ്പി. അപ്പോൾ ഇല്ല, അത് ലേഡീസിന് മാത്രമായിരുന്നല്ലേ? എല്ലാവർക്കും ഉണ്ടായിരുന്നു. ക്ലാസിക്കൽ 3 days വർക്ക്ഷോപ്പ് ആയിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നല്ലേ അതിനകത്ത്? അതായത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരെയുള്ള ആക്ച്വലി വർണ്ണം കഴിഞ്ഞവരാണ് അതിൽ പങ്കെടുക്കേണ്ടത്. പിന്നെ കുറച്ച് ബേസ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന കുട്ടികൾക്കും എൻട്രി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ചെന്ന് ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാറുണ്ട്, ഇത് കുട്ടി ഓക്കെ ആണോ അല്ലേന്ന്. പിന്നെ അപ്പോൾ അവളും സെലക്ട് ആയിട്ട് അങ്ങനെ കയറിയതാണ്. നമ്മൾ ഇത്രയും സമയം ഒരു 2 പേരുടെയും കുറേ കഥകളൊക്കെ കേട്ടുകൊണ്ടിരുന്നു, ഡാൻസിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒക്കെ. എങ്ങനെയാണ് മോളെ ഒരു നല്ല നർത്തകി എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്നത്? അതിപ്പം നർത്തകി എന്നുള്ള രീതി വിലയിരുത്തുകയാണെങ്കിൽ അവൾക്ക് ഈ നൃത്തത്തോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അതിനകത്ത് ഒട്ട് വഴി തെളിച്ചു വിടാനാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അവരുടെ ഭാവി ജീവിതത്തിൽ നൃത്തത്തോടാണ് താല്പര്യമെങ്കിൽ അതിനകത്തോട്ട് ഞാൻ മാറ്റിവിടും. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അങ്ങനെ തന്നെയാണോ അഭിപ്രായം? അതെ, ഇപ്പം അവൾക്കൊരു ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾ തനിയെ ഇപ്പം ഒരു സോങ് എടുത്ത് തനിയെ ഈ പ്രായത്തിൽ, അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നതാണ്. തനിയെ നമ്മളൊരു ടീച്ചറിനെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവൾക്കൊരു പ്രോഗ്രാം ഒരാൾ വിളിച്ചിട്ട് മോളെ ഒന്ന് ചെയ്യാവോ എന്ന് പറയുമ്പം ഒരു സോങ് എടുത്തിട്ട് അവൾ തന്നെ അത് പഠിച്ചു കൊറിയോഗ്രാഫി, അവൾക്ക് ആപ്റ്റായിട്ടുള്ള സ്റ്റെപ്സ് എല്ലാം എടുത്തിട്ട് അവൾ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് അത്രയും ഒരു പാഷൻ ഉണ്ട്. അതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വഴിക്ക് പോകട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കുട്ടികളെ അവർക്ക് നമ്മുടെ താല്പര്യങ്ങളാണ്. ഇപ്പോൾ
നമുക്ക് കുട്ടീനെ പാട്ട് പഠിപ്പിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹമാണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ പാട്ട് പഠിക്കാൻ അവരിൽ അടിച്ചേൽപ്പിക്കും. അങ്ങനെ ഒരിക്കലും അടിച്ചേൽപ്പിക്കും. നമ്മളുടെ ആഗ്രഹം, കുട്ടികളുടെ ആഗ്രഹം എന്താണ്, അതിലേക്ക് നമ്മൾ ഏതിലാണോ ടേസ്റ്റ് ഉള്ളത് അതിനെ പ്രോത്സാഹിപ്പിച്ചു വിടുക എന്നുള്ള ഒരു All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. സിനിമ ഇഷ്ടമാണോ എല്ലാവർക്കും? സിനിമ ഒക്കെ കാണാൻ പോകാറുണ്ടോ? ഇപ്പോൾ അടുത്ത് കണ്ട സിനിമ ഏതാ? ആരൊക്കെയാ അതിൽ സിനിമ കാണാൻ പോകാറുള്ളത്? കൽക്കിയുണ്ട്. എങ്ങനെയുണ്ട് സിനിമ? കണ്ടോ? അടിപൊളിയായിരുന്നു അല്ലേ? നിങ്ങൾ 4 ആളും കൂടി ഒരുമിച്ച് സിനിമ കാണാൻ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? സിനിമ കണ്ടോണ്ടിരിക്കുന്നതിൽ ആരാണ് ഉറങ്ങാറ്? ഉറങ്ങാറുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുമല്ലോ. അത് സിനിമ ആസ്വദിക്കുന്നതാണ് കൂടുതൽ അല്ലേ? കണ്ണടച്ചിരുന്ന ശബ്ദങ്ങളൊക്കെ വളരെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ പോലും ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതാണ്, ആസ്വദിക്കുന്നതാണ്. അത് സംഭവം ഓക്കെയാണ് കേട്ടോ. സിനിമയിലെ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കാറല്ലേ? അല്ലേ? ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞേ. ആരെങ്കിലും ഒരാൾ പറ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാത്രി കൂടി വിടവാങ്ങ. അമ്പലി ചേട്ടൻ ആ പാട്ട് ഇഷ്ടമാണോ? എനിക്ക് ആ പാട്ട് ഇഷ്ടമാണ്. അങ്ങനെ വേറെ വാക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നുവെച്ചാൽ പുള്ളിക്കാരത്തെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി മാറ്റി പറയാൻ പറ്റത്തില്ല, വേറെ ഓപ്ഷൻ ഇല്ല. അഭിനവ ഇഷ്ടമുള്ളൊരു പാട്ട് പറയണം. ഇപ്പൊ ആവേശത്തിലെ പാട്ടെന്ന് പറയും. ഇലുമിനാറ്റി പറ. അത് ഞാൻ അധികം കേൾക്കാറില്ല. കൂടുതലും കുറച്ചുകൂടെ മെലഡി പോലെ. എങ്കിലും ഒരു മെലഡി ഈ ഇടയ്ക്കാണ് ജ്ഞാപകം പാട്ട് കേൾക്കാറുണ്ട്. അത് ഏതിലെ പാട്ടാണ്? എന്തുവാ, വർഷങ്ങൾക്ക് ശേഷം വിനയ് ശ്രീനിവാസന്റെ മധുപകരു അതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ഹരഹര എന്താ രസികനാഥ്, ഹരഹര ശങ്കര. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതെങ്കിലും പറ. ഇഷ്ടമുള്ള പാട്ട്. അയ്യോ, മലയാളം ജ്ഞാപകം ഇരിക്കട്ടെ. എന്തോ ഉണ്ട് കേട്ടാ. മലയാളം സോങ് അങ്ങനെ കേൾക്കാറില്ല. അല്ല, ഏതാണോ കേൾക്കുന്നത് അത് പറ. ഹിന്ദിയാണോ ഏറ്റവും ഇഷ്ടം? പിന്നെ തമിഴ്? അല്ല, പാട്ടിനൊത്ത് പാട്ട് ഏത് പാട്ട് കേട്ടാലും ഏത് പാട്ടിലാണ് ഏറ്റവും കൂടുതൽ സിനിമാറ്റിക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ള പാട്ട്? ഹിന്ദി പാട്ട്. അതിൽ ഏത് പാട്ട്? എന്തൊരു പാട്ടുണ്ടല്ലോ, മേരെ ഫോട്ടോ, ഹിന്ദി അറിയത്തില്ല. അത് പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിനോട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കലി ആടിക്കോളൂ അല്ലേ? അല്ല, ആ പാടും അത് ഇങ്ങനെ കണ്ടിന്യൂ പാടിക്കൊണ്ടിരിക്കും. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ കുട്ടികൾ വന്നിട്ട് സ്റ്റാച്യു എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കൂലേ? അമൃതയെ പറ്റിക്കാനാണെങ്കിൽ ഇതുപോലെ സ്റ്റാച്യു കളിച്ചിട്ട് സ്റ്റാച്യു എന്ന് പറയും. എന്നിട്ട് അപ്പുറത്തൊരു പാട്ട് പ്ലേ ചെയ്യുക. അവൾ അത് കഴിയുമ്പോഴത്തേക്കും ഡാൻസ് കളിക്കും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ 1-2 സിനിമയുടെ പാട്ടുകൾ പാടല്ല പറയും. ഞാൻ ഇതുവരെയും പാടിയിട്ടില്ല, പാട്ട് പറയും. അത് ഏത് സിനിമയിലാണെന്ന് പറയണം. ചെറിയൊരു ടാസ്ക്. പഴയ സോങ് ഒക്കെ ആണെങ്കിൽ ടീമല്ല, സിംഗിള്, ആർക്കും പറയാം. ഓക്കെ, പാടട്ടാ. ഭഗവാനെ കാത്തോളണേ.
ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ. പ്രണയവർണ്ണങ്ങൾ. എടാ ഇവിടെ പറഞ്ഞ് പ്രണയവർണ്ണങ്ങളെന്ന്. ഓ മലയാളം പടം. സോറി, മലയാളം പടം. പണ്ടത്തെ പടമാ. ആ ഇത് ചിലപ്പം അത് അമ്പിളിച്ചേട്ടന് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ പാട്ടാണത്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി. ഏതൊരു പാട്ടാണ്? ചെമ്മീനാണ്. അടക്കാണ്. അല്ല ചെമ്മീനല്ല. മോള് പറയടേ. എനിക്കറിയത്തില്ല. 90s അല്ലേ? 90s അല്ല, അതിനു മുമ്പുള്ളതാണ്. അയ്യോ, സത്യൻ അഭിനയിച്ച സിനിമ. നദിയല്ല, നദിയിലല്ല. സത്യം എനിക്ക് സീനൊക്കെ നല്ല ഓർമ്മയുണ്ട്, പക്ഷേ മൂവി നെയിം ഞാൻ പറയട്ടെ, ഒരെണ്ണമെങ്കിലും ഞാൻ പറയട്ടെ. നീലക്കുയിൽ. ഇതറിഞ്ഞൂടാത്ത പഴയ ആൾക്കാരുണ്ടാ? അല്ല, അത്രയും പഴയതിലൊക്കെ ഞാൻ പോകാറില്ല. ഇനി അപ്പൊ നിങ്ങളുടെ ആ റേഞ്ചിനുള്ള ഒരു പാട്ട് തറഞ്ഞുതരാം. പുതുമഴയായി പൊഴിയാം. ആ ഇത് സുധീഷ് പാടുന്നല്ലേ, നമ്മുടെ താളവട്ടമാണ്. ആ താളവട്ടമല്ല, അതേപോലൊരു മൂവിയാണെന്നുണ്ട്. ഒരു ജയിലിലൊക്കെ കിടക്കുന്ന. അതെ 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 അതെ. ഓർത്തോളൂ. സമ്മറൻ ബദ്ലേമോ? അല്ലല്ല, എന്താണ് സമയം കളയണ്ട, ഞാൻ തന്നെ പറയാം. മുദ്ര, ബൈജു ഒക്കെ ബൈജുവിന്റെ പഴയ സിനിമ. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവൂല്ലോ. ഇനി അടുത്ത ഒരു പാട്ട് എടുത്ത പഴയ സിനിമ ഒരു പാട്ട് തന്നെ. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു. പറ. അയ്യോ, അത് ആരാ? വേണുനാഗവള്ളി ഒക്കെയാണെന്ന് തോന്നുന്നല്ലേ? പറ. കിട്ടുന്നില്ല, മൂവി കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ 90s കിഡ്സ് ആണ്. എനിക്ക് 80s-ലെ 70s-ലെ അറിയില്ല. ഇത് അതിലെ പാട്ടാണെന്ന് ഞാനും മറന്നു. ഇത് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി വിടുന്നു. സിനിമയിലെ പാട്ടാണെന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഒരെണ്ണം പ്രേക്ഷകർക്ക് വേണ്ടേ? അടുത്ത പാട്ട് അടുത്തൊരു പുതിയ സിനിമയിലെ പാട്ടാണേ. ആകാശമായവളേ അകലെ പറന്നവളേ. പറ, ഏത് സിനിമ? മോള് പറയണേ. വെള്ളം, തോണി. വെള്ളം വേണോ? വെള്ളം എടുത്ത് കുടിച്ചോ. സ്പിരിറ്റാ? ആ, ഒരാൾക്ക് വെള്ളം, ഒരാൾക്ക് സ്പിരിറ്റ്. മൂവിയാണോ പാട്ടാണോന്നാ? അല്ല, പറ. ഇല്ല, ആ അത് തന്നെ വെള്ളം. വെള്ളത്തിനകത്ത് വെള്ളത്തിലെ നായകനാരായിരുന്നു? ജയസൂര്യ. ഒരു വ്യത്യസ്തമായ അഭിനയമായിരുന്നു അല്ലേ? അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. ഒരെണ്ണം കൂടി കേട്ടാ. ഈ പാട്ട് പാടി വന്ന് എന്നുവരും നീ, എന്നുവരും നീ എൻ്റെ നിലാപന്തലിൽ വെറുതെ, എൻ്റെ നിലാപന്തലിൽ. കളിയാട്ടമാണോ? അല്ല, അങ്ങനത്തെ പോലത്തെ അതുപോലൊരു സിനിമയാണ് നമ്മുടെ ഒറ്റപ്പാലത്തൊക്കെ ചിത്രീകരിച്ചത്. പക്ഷേ പേരാണ് ഓർമ്മയില്ല. ഇത് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി വിടൂല, ഞാൻ തന്നെ പറയും. കണ്ണകി. കണ്ണകി അതന്നെ അതന്നെ. കളിയാട്ടമല്ല, കണ്ണകി. ഇത് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതെ, നല്ല സോങ് ആണത്. നായക ഇല്ലടാ അതില്. ലാലല്ലേ? ലാലല്ലേ കണ്ണകിക്കകത്ത്? ലാൽ. ആ, അതിലും നല്ലൊരു ടാസ്ക് ആയിരുന്നല്ലേ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പാട്ട് പറഞ്ഞു അല്ലേ? സത്യം അല്ല, അങ്ങനെ പറയല്ലടാ, നീ എത്തിപ്പോഴ്ത്തി പറയടാ. കൊള്ളായിരുന്നു. നമ്മളെ നല്ല പാട്ടല്ലേ? അത്രയ്ക്ക് വേണ്ട, കുറച്ചുകൂടെ കുറയ്ക്കും.
എങ്കിലും എന്തായാലും കൊള്ളായിരുന്നു അല്ലേ? നന്നായിട്ട് ആ, നന്നായിട്ട് കൊള്ളാം, അങ്ങനെ പാടി. പറയണ്ടേ? അതെ 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 നന്നായിട്ട് പാടി. ആ അതെ, നന്നായിട്ടുണ്ട്, സൂപ്പറായിരുന്നു. പിന്നെ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഒരുപാടുണ്ട്. അപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ട് കറങ്ങാനൊക്കെ പോകണ്ട? ഉണ്ട്. ഉണ്ടല്ലോ. പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ബാബിക്കോണൊക്കെ ചെയ്തിട്ട് അതെ അതെ ചെയ്യാനുണ്ട്? ചെയ്യാറുണ്ട്. അടിപൊളിയാണ് അതൊക്കെ. എവിടെയാ സാറ് പോകാറുണ്ട്? സാറിന് പോകുന്നത് ബീച്ചിലേക്ക് പോകാം രാത്രി. രാത്രി. അത് സാധാരണ രാത്രിയിലാണ് ചെയ്യുന്നത്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ഇനിയുണ്ടോ ഇത് നേരത്തെ കഥകൾ? ഇല്ലല്ലോ, കഥകളൊന്നും ഇല്ലല്ലോ. ഓക്കെ. പിന്നെ അഭിനവന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ഹോം ഫുഡ് ആണെങ്കിൽ കഞ്ഞിയും പയറും അതൊക്കെ. കഞ്ഞിയും പയറുവാ? ഹോമില് ആ, ഹോമില്. കഞ്ഞിയും പേരും ഭയങ്കര ഇഷ്ടമാണ്. പൊറോട്ട വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരാറുണ്ടോ കഞ്ഞിയും പയറൊക്കെ? ഉണ്ടാക്കി തരാറുണ്ട്. അമൃതയ്ക്ക് വീട്ടിലെ ഫുഡാണോ അതോ പുറത്തുള്ളതാണോ? അല്ല, നല്ല ഇനി നാളെ തൊട്ട് ഫുഡ് ഉണ്ടാക്കി തരില്ല, നോക്കിയൊക്കെ പറയണ്ടേ? കഴിക്കണമല്ലോ. എന്ത് ഫുഡാണ് ഇഷ്ടം പുറത്തുള്ളത്? എനിക്ക് പ്ലേറ്റ് ഷവർമ ഭയങ്കര ഇഷ്ടം. പ്ലെയിൻ ഷവർമ, പ്ലേറ്റിൽ വരുന്ന ഷവർമ. പ്ലേറ്റ് ഷവർമ. അതല്ലാതെ ഇങ്ങനെ ഉരുട്ടി ആ എവിടെ പോയി കഴിഞ്ഞാലും പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്യും. പ്ലേറ്റ് ഷവർമ. ഇൻ കേസ് പ്ലേറ്റ് ഷവർമ കിട്ടിയില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഊരിന്റെ ഷവർമ മേടിച്ച് കഴിക്കും. അല്ലാതെ വേറെ ഫുഡ് ഐറ്റംസിൽ ഷവർമ അല്ലാതെ ഫുഡ് ഹെവി ഫുഡ്? മന്തി. മന്തിയാണ് ഇഷ്ടം. അഭിനവ് ഇഷ്ടമാണോ മന്തി? പുറത്തെ ഫുഡാണെങ്കിൽ ദം ബിരിയാണിയാണ് ദം ബിരിയാണിയാണ് ഇഷ്ടം. മട്ടൺ ഇതിലേതാ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന എന്ത് ഫുഡാണ് ഇഷ്ടം? ഞാൻ പറഞ്ഞു കഞ്ഞി. രാവിലത്തെയാണോ? എപ്പോഴത്തെ ആയാലും രാവിലത്തെ പൂരി നല്ല എല്ലാം നല്ല. അതെന്തോ അങ്ങോട്ട് സിനിച്ചേച്ചി അങ്ങോട്ടൊന്ന് കടുപ്പിച്ച് നോക്കിയപ്പോ അല്ലേ എന്നങ്ങ് പറഞ്ഞല്ലേ. ഇനി സത്യസന്ധമായ രീതിയിൽ കേൾക്കാൻ പോവുകയാണ്. നമ്മൾ ചേട്ടാ പറയും, എന്താണ് സിനിച്ചേച്ചി ഉണ്ടാക്കുന്നതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? അവളൊരു പാചക വിദഗ്ധയും കൂടാ. ആ, അത് പറഞ്ഞില്ല നേരത്തെ. ഓക്കെ, വരട്ടെ. എല്ലാ പാചകങ്ങളും ചെയ്യുന്നുണ്ട്. ചിക്കനായാലും ബീഫായാലും നല്ല കറികളൊക്കെ വെക്കും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിയലാണ്. അവിയലും ചോറ്. അവിയലും ചോറും. വെജിനോടാണ് താല്പര്യം. എങ്ങനെ വെളിച്ചെണ്ണ? വെജിനോട് താല്പര്യം. അല്ല, അവിയലിലും വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട് ഇല്ലേ? കൊല്ലക്കാര് വെളിച്ചെണ്ണയൊക്കെ അതെ 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 ഉപയോഗിക്കാറുണ്ടല്ലോ. എങ്കിലും കൊല്ലക്കാരുടെ സദ്യ, നല്ല സദ്യ എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ? തെക്കൻ കേരളത്തിലെ സദ്യ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഏതായാലും നിങ്ങൾ കൊല്ലക്കാരാണ്. കൊല്ലത്ത് പ്രസിദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും കൊല്ലക്കാരെന്നുള്ള നിലയിൽ കൊല്ലത്തെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ? അല്ലെങ്കിൽ കൊല്ലത്തെ എല്ലാം അവർ കൊല്ലും ഇല്ലേ? എന്താണ് കൊല്ലത്തെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വ്യൂവില് എന്താണ് കൊല്ലം? അവർക്കിപ്പോൾ കൊല്ലത്തെ കുറിച്ച് പറഞ്ഞാൽ അറിയില്ല. നല്ല നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ 1-2 മാസമല്ലേ നിൽക്കുന്നുള്ളൂ. അത് ചെറുപ്പത്തിൽ കഴിഞ്ഞ് വന്നതല്ലേ. അങ്ങനെയുള്ള ഇപ്പം കൂടുതൽ എന്നാലും ഓർമ്മയിൽ നിലനിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊല്ലത്തെ കുറിച്ചുള്ള? നല്ല നാട്ടുകാർ. നല്ല നാട്ടുകാർ. നല്ല നാട്ടുകാർ. ഓണത്തെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഞങ്ങള് കസിൻസ് എല്ലാരും കൂടെ കൂടി അമ്മയുടെ ഫാമിലിയിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് അമ്മാമ്മയുടെ വീട്ടിൽ പോകും. അവിടെ നല്ല വിശാലമായിട്ട് സദ്യ കഴിക്കും. അമ്മയ്ക്ക് 5 സിബ്ലിങ്സാണ്. അപ്പം മൈസൂരില്ല എല്ലാവരുടെ വീട്ടിലും പോകും. അത് അവര് എന്തത് പറയുന്നത് അവരുടെ അതേ ഏജാണ് കുട്ടികൾ. അപ്പൊ അവർക്ക് കളിക്കാനും ചേട്ടൻ്റെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം മുതിർന്ന ചേട്ടൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ കല്യാണമൊക്കെ കഴിച്ച് അവർക്ക് കുട്ടികളൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഏജ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലാകുമ്പോൾ അവരുടെ കസിൻസ് എല്ലാം സെയിം ഏജാണ്. കളിക്കാൻ പോകാനും എല്ലാം ഒത്തുകൂടാനുള്ളൊരു. അതുകൊണ്ട് അമ്പലി ചേട്ടാ, പുതിയ തലമുറയിലെ ഓണമാണോ അതോ ആ പഴമയിലെ ഓണമാണോ ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്? പുതിയ തലമുറ ഓണമെന്ന് വെച്ചപ്പം നമ്മുടെ പഴയ തലമുറയെ ഓണവും ഈ ഓണമായിട്ട് ഒരുപാട് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അന്ന് നമ്മൾ സദ്യ ഒരുക്കുന്നു, ഇന്നും സദ്യ ഒരുക്കുന്നു, കഴിക്കുന്നു. ഇപ്പം ഇന്നത്തെ ഒരു പറഞ്ഞാൽ നമ്മൾ ഓണം നമ്മുടെ റൂമുകളിൽ ഒതുങ്ങിപ്പോയി. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 10 വീടെടുത്താൽ അവിടെ ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഒരു തിരുവാതിര തുമ്പിതുള്ള ആ ഒരു അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പം അവിടെ നമ്മുടെ പ്രദേശത്തെ ഏതെങ്കിലും ക്ലബ്ബുകാർ ഒരു പരിപാടി നടത്തിയാലായി അങ്ങനെയുള്ള ഒരു പരിപാടി. ഇപ്പം ആ
സദ്യ ഒരുക്കുന്ന വട്ടത്തിലും പൂക്കളം ഇടുന്ന വട്ടത്തിലൊക്കെ ഇന്നും സെയിം എല്ലാ വീടുകളും, എൻ്റെ പ്രദേശത്തൊക്കെ എല്ലാ വീടുകളിലും പൂക്കളം ഒരുക്കാറുണ്ട്. അവർ സദ്യ ഓണക്കോടിയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പരിപാടി മാത്രം ഒതുങ്ങിപ്പോയി, കാരണം ആ തിരുവാതിര ഇല്ല, പിന്നെ ക്ലബ്ബുകാർ മാത്രമാണ് പരിപാടി നടത്തുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു മാറ്റമുണ്ട്, അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഓണം എന്ന് പറയുന്നത് 1-2 ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങി. പ്രവാസ ജീവിതത്തിലെ ഓണം, പ്രത്യേകിച്ച് ബഹ്റൈൻ പോലെയുള്ള കുഞ്ഞു രാജ്യങ്ങളിലെ ഓണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാസം 3 മാസം. ഞാൻ പറഞ്ഞു വന്നത് ബഹ്റൈൻ മീഡിയ സിറ്റി 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നു. അപ്പോൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രവാസ ജീവിതത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓണാഘോഷങ്ങൾ. നാട്ടിൽ നമ്മൾ കാണാത്ത പല ആഘോഷങ്ങളും, അത് മീൻസ് പല കലാരൂപങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. തിരുവാതിരക്കളി, ഇവിടെ മെഗാ തിരുവാതിര നമുക്ക് കാണാൻ കഴിയും. തിരുവാതിരക്കളി മത്സരം, അതുപോലെ അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രവാസ ജീവിതത്തിൽ കാണാൻ പറ്റും. അത്തപ്പൂക്കള മത്സരം, എല്ലാ മത്സരങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. എല്ലാ സംഘടനകളും പായസ മത്സരം, അതുപോലെ അങ്ങനെ എല്ലാ മത്സരങ്ങളും ഓണാഘോഷിക്കാറുണ്ട്. അങ്ങനെ ഒരു 3 മാസത്തോളം ഇവിടെ ഒരു ഓണാഘോഷത്തിന്റെ ഒരു കളിയാണ്. ബഹ്റൈൻ മീഡിയ സിറ്റി 30 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രാവണ മഹോത്സവം എന്ന പേരിൽ 2-3 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ഓണാഘോഷം ഇവിടുത്തെ. അതിൻ്റെ അവസാന ദിവസം എന്ന് പറയുന്നത് ചാരിറ്റി ഓണസദ്യ. 1000-ലേറെ സാധാരണ തൊഴിലാളികളെ കൊണ്ടുവന്ന് ഞങ്ങൾ ചാരിറ്റി ഓണസദ്യ കൂടി സൗജന്യമായിട്ട് നൽകുന്ന ഒരു പരിപാടിയാണ്. ഒത്തിരി മത്സരങ്ങൾ, ഒത്തിരി കലാകാരന്മാർ ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നു, മത്സരത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും അതുപോലെ തന്നെ അടുത്ത ഈ വരുന്ന നമ്മുടെ സെൻസസിൻ്റെ ഭാഗമായിട്ട് അടുത്ത മാസം ഞങ്ങൾ 1500 പേരുടെ സദ്യ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതാരി പാർക്കിൽ വെച്ചിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് പറഞ്ഞത്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആഘോഷം അല്ലേ? അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഓണ സമയമാകുമ്പോൾ നാട്ടിൽ പോകണമെന്നല്ല ആഗ്രഹം. എല്ലാവർക്കും ഇവിടെയാണ്. ഓണത്തിന് നമ്മൾ സാധാരണ ചെയ്യുന്ന വീട്ടിൽ നിന്ന് പേരൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരും ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പ്രവാസ ലോകത്ത്. അവിടെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ തീർന്നു. അതെ, തീർച്ചയായിട്ടും. അതാ 1-2 ദിവസത്തെ തിരികെയാണ്. അല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളോ എന്ന് പറഞ്ഞാൽ പിള്ളാരോണം എന്ന് പറഞ്ഞൊരു കൊല്ലം ജില്ല കരുനാഗപ്പുള്ള പിള്ളാരോണം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടല്ലാതെ ഞാൻ അങ്ങനെ ആ ഒരു പരിപാടി കണ്ടിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പിള്ളാരോണം പത്രത്തിൽ വായിച്ചും മീഡിയയിലൊക്കെ ഇങ്ങനെ വന്ന് പിള്ളാരോണമെന്നല്ല. നമ്മുടെ പ്രദേശങ്ങളിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മുടെ പ്രദേശങ്ങളിലുള്ളത് ഈ തിരുവാതിരയും അങ്ങനെ കുറേ കലാപരിപാടികളും സുന്ദരിക്ക് പൊട്ടുകൊടുകയിലും കണ്ണുകെട്ടി ഉറുകടിയും പിന്നെ ഉറിപിടുത്തം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു എൻ്റെ ചെറുപ്പകാലം മുതലൊക്കെ ഇങ്ങനെ നടന്നു വരുന്നത്. ഇപ്പോൾ അത് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പിള്ളാരോണം ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ ആഘോഷിക്കുകയും പല കലാകാരന്മാരെ കൊണ്ടുവന്നിട്ട് പല പരിപാടി നടത്തുകയും ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ബഹറിൽ വന്നതിന് ശേഷമാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും ഓണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാകും. അത് നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ഒരുപാട് ഓർമ്മകളുണ്ടാവും അല്ലേ? ആ ഓർമ്മകൾ അയവിറക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ബഹ്റൈൻ മീഡിയ സിറ്റി 30 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രാവണ മഹോത്സവം എന്ന പരിപാടിയിലൂടെ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ആ 30 ദിവസത്തെ പ്രോഗ്രാമിലും വെൽക്കം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ബഹ്റൈൻ മീഡിയ സിറ്റിയോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം ഈ വർഷത്തെ ഓണം ബഹ്റൈൻ മീഡിയ സിറ്റിയോടൊപ്പം. തീർച്ചയായും വളരെ സന്തോഷം ഈ ഒരു ഇന്റർവ്യൂവിൽ വന്ന് കുറേ സമയം വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ പ്രേക്ഷകർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഒപ്പം നമുക്ക് ഓരോരുത്തർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ അല്ലേ? അതിൻ്റെ പേരൂടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു എക്സ്പീരിയൻസ്, ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറ. അവനോ പറ. കൊള്ളാം. ഓക്കെ, അമൃത പറ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രതീക്ഷിച്ചായിരുന്നോ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചായിരുന്നു അല്ലേ? ഒത്തിരി മാസത്തിൽ പിടിച്ചൊക്കെ ഇരിക്കണമെന്നൊക്കെയല്ലേ വിചാരിച്ചത്? പക്ഷെ ഇത്രയും കോമഡി ആവുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു അനുഭവം തന്നെയാണ്. നല്ലൊരു അനുഭവം.
ആദ്യം ഞാൻ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അമ്പിളിച്ചേട്ടൻ എനിക്ക് പറ്റത്തില്ല ഇങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള സംഭവം പറഞ്ഞ ആളാണ്. വളരെ സിമ്പിളായിട്ട് കൂളായിട്ടിരുന്നാണ് ഇതിന് സംസാരിച്ചത്. അല്ല, ഞാൻ ഈ കലാപരിപാടിയായിട്ട് ഞാൻ കുറേ കാലം നടന്നതാണ്. ഈ സ്റ്റേജുകളിൽ പെർഫോം ചെയ്തില്ലെങ്കിലും പരിപാടികൾക്ക് സപ്പോർട്ട് ചെയ്യും ചെയ്തിട്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ തിരുവാതിര കോമ്പറ്റീഷന് ജില്ലാതലം വരെ പോയിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെ ഈ തിരുവാതിരയെക്കുറിച്ച് കുറേയൊക്കെ നമുക്ക് അറിയാം. ഇപ്പോൾ സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യും, അതേ ഉള്ളു. അല്ലാതെ സ്റ്റേജിൽ ഇങ്ങനെ പോയിട്ട് വലിയ ചെയ്തിട്ടില്ല. ഈ പിന്നെ നാട്ടിൽ നമ്മളിവിടെ വന്ന് ഇവിടെ പ്രവാസ ജീവിതം തുടങ്ങി പിന്നെ ഇങ്ങനെ ഓരോ പരിപാടികൾക്ക് പോവുകയും അങ്ങനെ ഇവിടുത്തെ സ്റ്റേജുകളൊന്നും പെർഫോം ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ അങ്ങ് ഒതുങ്ങിപ്പോയെന്ന് പറയാം. ഈ പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ പല പല കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒതുങ്ങിപ്പോയി. പിന്നെ അതുകൊണ്ട് ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എൻ്റെ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ ഇന്നത്തെ വളരെ മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ഫാമിലിയുമായി കാണുന്നവരേക്കും ഞാൻ രാജേഷ് പെരുങ്കുഴി സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. Your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness.